അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. മുഖ്യാതിഥി ബഹുമാനായ മുൻ മുഖ്യമന്ത്രി സഖാവ് പി.കെ. വാസുദേവൻ നായർ, മറ്റ് വിശിഷ്ടാതിഥികൾ ശ്രീ ഒ. മാധവൻ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് ദേവകി, ബഹുമാനപ്പെട്ട MLA സഖാവ് സുപാൽ, ഡോക്ടർ ഹരിലാൽ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ഹാഷിം, കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ സമീർ, യൂണിയൻ വൈസ് ചെയർമാൻ കുമാരി പ്രിയ ഷാനവാസ് ഖാൻ, ജനറൽ സെക്രട്ടറി ശ്രീ വിഷ്ണു, മറ്റ് യൂണിയൻ ഭാരവാഹികൾ, സഹപ്രവർത്തകർ, രക്ഷകർത്താക്കൾ, എൻ്റെ എല്ലാമായ പ്രിയ വിദ്യാർത്ഥികളെ, ഈ കലാലയത്തിന്റെ മഹാനായ സ്ഥാപകൻ മർഹൂം ജനാബ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമ്രശിരസനായി ഞാൻ തുടങ്ങട്ടെ. എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുവാനുള്ള ധൈര്യം പ്രകടിപ്പിക്കുന്നത്. അതിനാൽ ഒരു ശക്തമായ പ്രസംഗം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക. നേരെ മറിച്ച് ഒരുപാട് തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുക. നിങ്ങളുടെ പ്രിയങ്കരനായ കോളേജ് യൂണിയൻ ചെയർമാൻ സമീർ എന്നെ പ്രസംഗിക്കുവാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനം സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷം പകർന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവമായാണ് കാണുന്നത്, കേൾക്കുന്നത്. നേരെ മറിച്ച് ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായത് സ്ഥിരം കേൾക്കുന്ന അനുഭവമുണ്ട്. അന്ധകാരമാണ് പ്രകാശത്തിന് അർത്ഥം നൽകുന്നത്, രാത്രിയാണ് പകലിന് അർത്ഥം നൽകുന്നത്, യുദ്ധമാണ് സമാധാനത്തിന് അർത്ഥം നൽകുന്നത്, മരണമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. വിമർശനത്തിന്റെയും വിവാദത്തിന്റെയും കൊടുങ്കാറ്റിന് നേരിടുമ്പോഴാണ് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരു ദശാബ്ദത്തിന് മുമ്പ് ഈ കലാലയത്തിലേക്ക് അധ്യാപകനായി വരുമ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ മാറാത്തത് ഒന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം. പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണ്. പുതിയൊരു യൂണിയൻ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കലാലയത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് നാന്ദി കുറിക്കുകയാണ്. പുതിയൊരു സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അതേസമയം കാലത്തിന്റെയും ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒഴുക്കുകൾക്ക് അതിരുകളില്ല എന്ന സത്യം നാം ഓർക്കണം. വയലാർ രാമവർമ്മയുടെ വരികൾ ഇവിടെ പ്രസക്തമാകുന്നു. എന്നിലുണ്ട് ഇന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ, എന്നിലുണ്ട് ഇനിയത്തെ വിടരും സംസ്കാരങ്ങൾ. ഒരു കലാലയത്തിന്റെ വളർച്ചയിൽ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുള്ള പങ്ക് വളരെ വലുതാണ്. പക്ഷേ നമ്മുടെ യൂണിയനുകൾ ഈ വസ്തുത ഓർക്കുന്നുണ്ടോ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയകരമാണ്. ഇതുവരെയുള്ള യൂണിയനുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു യൂണിയനാണ്. വളരെ കഴിവറ്റൊരു യൂണിയൻ നേതൃത്വമാണ്. വളരെ ഗ്ലാമറുള്ള ഒരു യൂണിയൻ ഭരണകൂടമാണ്. ഈ വർഷം ഇവിടുത്തെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിശാബോധത്തോടെ, കർമ്മനിരതയോടെ, ലക്ഷ്യബോധത്തോടെ ഈ യൂണിയൻ പ്രവർത്തിച്ചാൽ, വ്യക്തി താൽപര്യങ്ങൾക്ക് അതീതമായി, രാഷ്ട്രീയ പേരുകൾക്ക് അതീതമായി ഈ യൂണിയൻ പ്രവർത്തിച്ചാൽ, ജനാധിപത്യ പ്രവണതകളെ മാറ്റി നിർത്താതെ ഈ യൂണിയൻ പ്രവർത്തിച്ചാൽ, കോളേജ് യൂണിയൻ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും അവകാശപ്പെട്ടതാണെന്ന സത്യത്തെ മറക്കാതെ യൂണിയൻ പ്രവർത്തിച്ചാൽ, മഹത്തായ എല്ലാ കാര്യങ്ങളും നേടിയ യുവത്വമാണെന്ന് ബെഞ്ചമിൻ ഡിസ്രേലിയുടെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ഈ യൂണിയൻ പ്രവർത്തിച്ചാൽ, എല്ലാത്തിനും ഉപരി പൂർണ്ണാത്മാർത്ഥതയോടെ, പൂർണ്ണാത്മസമർപ്പണത്തോടെ ഈ യൂണിയൻ പ്രവർത്തിച്ചാൽ, ഒരുപക്ഷെ ഈ കലാലയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഈ യൂണിയന് ഒരു സുവർണ്ണ അധ്യായം എഴുതി ചേർക്കാൻ സാധിച്ചു എന്ന് വരാം. അത് സംഭവിക്കട്ടെ. അധ്യാപകരുടെ ഭാഗത്തു നിന്ന്
പ്രത്യേകിച്ചും എൻ്റെ ഭാഗത്തു നിന്ന് യൂണിയന് പൂർണ്ണ പിന്തുണയും സഹകരണവും സമർപ്പണവും ലഭിക്കുമെന്ന കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ചെയർമാൻ മാവോ പറഞ്ഞതുപോലെ 1000 പൂക്കൾ വിരിയട്ടെ. പ്രിയയുടെയും സമയയുടെയും നേതൃത്വത്തിലുള്ള ഈ യൂണിയൻ ഉന്നതങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. സർവശക്തന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എന്നും 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 ഉണ്ടാകുമാറാകട്ടെ. നന്ദി, നമസ്കാരം. അമ്പിളികുമാരി ആശംസാ പ്രസംഗം നടത്തുന്നു.